ഡൽഹിയിൽ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിന്റെ ബേസ്മെന്റിൽ വെള്ളം നിറഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ആഭ്യന്തര മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറിയെ കൺവീനറാക്കി സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ബൽറാം നെടുങ്ങാട് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, വിശദാംശങ്ങൾ എന്താണ് ബൽറാം? റീജിത്ത്, ഡൽഹി കോച്ചിംഗ് സെന്ററിൽ ബേസ്മെന്റിൽ വെള്ളം കയറി 3 പേർ മരിക്കാനിടയായ സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. വിഷയം പാർലമെന്റിൽ ഇന്ന് വലിയ ചർച്ചയാവുകയും ഒപ്പം തന്നെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന അപകടസ്ഥലം സന്ദർശിച്ച് വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഈ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി ഒരു സമിതിയെ രൂപീകരിക്കാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. ഈ സമിതി തുടർ നടപടികൾ നിശ്ചയിക്കും. ഒപ്പം തന്നെ ഈ അപകടത്തിന്റെ കാരണങ്ങൾ എന്ത് എന്ന് അന്വേഷിക്കുകയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും. നയം മാറ്റം സംബന്ധിച്ചുള്ള ശുപാർശകളും സമിതി മുന്നോട്ട് വയ്ക്കും. 30 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കേന്ദ്ര ആഭ്യന്തര. ബൽറാം നെടുങ്ങാട് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഡൽഹിയിലെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിന്റെ ബേസ്മെന്റിൽ വെള്ളം നിറഞ്ഞ് 3 പേർ മരിച്ച സംഭവം വലിയ ദുരന്തം. അതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം.